ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള അവഗണന തുടർന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്. ദേശീയ വിദ്യാഭ്യാസ വകുപ്പിന്റെ പല പരിപാടികളും നിർദ്ദേശങ്ങളും കേരളത്തിൽ പാലിക്കുന്നില്ലെന്ന് പരാതി. ദേശീയ വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച പ്ലാസ്റ്റിക് വിരുദ്ധ വെബിനാറിൽ പങ്കെടുക്കാനുള്ള അറിയിപ്പ് പരിപാടി നടക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് സ്കൂളിലെ പ്രധാന അധ്യാപകർക്ക് ലഭിച്ചത്. വിവരങ്ങളുമായി നിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. നിസ്ന, ദേശീയ വിദ്യാഭ്യാസ നയത്തോട് അവഗണന എന്ന് പറയണോ? കാരണം അത് പാലിച്ചല്ലേ മതിയാകൂ. അതിനെ മാറ്റി നിർത്തുന്നത് എന്തിനാണ്? കൃഷ്ണ, കേൾക്കാമെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തെ മാറ്റി നിർത്തുന്നു സർക്കാർ എന്ന് വേണം മനസ്സിലാക്കാൻ. അതെന്തുകൊണ്ട്? തീർച്ചയായും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പല കാര്യങ്ങളും സംസ്ഥാന സർക്കാർ അറിയിക്കുന്നില്ല എന്നൊരു പരാതിയുമായാണ് ദേശീയ അധ്യാപക പരിഷത്ത് അടക്കമുള്ള സംഘടനകളുടെ നേതാക്കന്മാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ജൂൺ 4-ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഒരു വെബിനാർ, അതായത് പ്ലാസ്റ്റിക് വിരുദ്ധ വെബിനാർ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വെബിനാറിൽ പങ്കെടുക്കണമെന്ന ആവശ്യം, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെയും കുറച്ച് മിനിറ്റുകൾ മുൻപാണ് അറിയിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പരിപാടികൾക്ക് യാതൊരു തരത്തിലുള്ള പിന്തുണയും നൽകുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് 11:45 മുതൽ 12:45 വരെയാണ് ദേശീയതല വെബിനാർ സംഘടിപ്പിച്ചത്. ഇതിൽ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. എന്നാൽ ഈ വെബിനാർ അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു പരിപാടി ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് നോട്ടീസുകൾ പോലും പല സ്കൂളുകൾക്കും ലഭ്യമായിട്ടുള്ളത് എന്ന വിവരമാണ് നമുക്ക് പുറത്തു വരുന്നത്. ഈ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇത്തരം നിലപാടുകൾ തന്നെയാണ് ഈ സർക്കാർ സ്കൂളുകളിലെ ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം വ്യാപകമായി കുറയുന്നതിന് ഇടവരുന്നത് എന്നൊരു ആക്ഷേപമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കുന്നത് കുട്ടികളുടെ സാമൂഹികപരമായ ഉന്നമനം ലക്ഷ്യമിട്ട് തന്നെയാണ്. പക്ഷേ ആ പരിപാടികൾക്ക് വേണ്ടവിധ പ്രോത്സാഹനമോ പിന്തുണയോ നൽകുന്നില്ല. ആ പരിപാടികൾ അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെയാണ് ഇത്തരത്തിൽ ഈ പരിപാടികൾ ഉണ്ട് എന്നൊരു അറിയിപ്പ് പോലും പല വിദ്യാലയങ്ങൾക്കും ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിപാടികൾക്ക്, അതായത് ഈ ദേശീയ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ പരമാവധി കുട്ടികൾക്കും അധ്യാപകർക്കും പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. നമുക്കറിയാം, ഈ സംസ്ഥാന സർക്കാരിന്റെ പല വിദ്യാഭ്യാസ നയങ്ങളും പല സ്കൂളുകളിലും നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്ന രീതികളുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള രീതികൾ പാലിക്കപ്പെടുമ്പോഴും കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷ ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പല പരിപാടികളും അറിയിക്കാതെ അത്തരത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കൂട്ടുനിൽക്കുന്നു എന്നൊരു ആരോപണമാണ് ശക്തമായി ഉയർന്നു വന്നിട്ടുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള അവഗണന തുടരുകയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്. പല പരിപാടികളും നിർദ്ദേശങ്ങളും കേരളത്തിൽ പാലിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പ്ലാസ്റ്റിക് വിരുദ്ധ വെബിനാറിൽ പങ്കെടുക്കാൻ അറിയിപ്പ് കൊടുത്തത് അവസാന നിമിഷമാണ് എന്നതാണ് പരാതിയായി ഉയരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിസ്ന സുരേഷ്.